ഇടതുപക്ഷ വാർത്ത എന്നുള്ള നിലയ്ക്ക് രാവിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു സംഭവമുണ്ട്. നാട്ടുകാർ കേൾക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ജില്ലാ നേതൃയോഗങ്ങളിൽ തലസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെ വിമർശനമുണ്ടായത്രേ. എന്തോ പാടില്ലാത്തത് സംഭവിച്ചതുപോലെയാണ് റിപ്പോർട്ടിംഗ്. ഒന്ന് കേട്ടു വന്നേ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സിപിഎമ്മിൽ വലിയ കലഹമാണ്. വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും വി കെ പ്രശാന്തും ഇവർ മൂന്നുപേരും സ്വന്തം മണ്ഡലത്തിലെ കാര്യം മാത്രം നോക്കിയെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി സംസ്ഥാന നേതാക്കളുടെ പിടിവാശി അത് പല സീറ്റുകളും തോൽക്കാൻ കാരണമായെന്നും ആരോപണമുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ സ്വന്തം വ്യക്തി പ്രഭാവം നോക്കിയപ്പോൾ പാർട്ടിക്ക് പ്രഭാവം നഷ്ടപ്പെട്ടുവെന്നും വിമർശനമുയരുകയാണ്. പണ്ട് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കാണ് ഈ മാപ്രകളോട് പറയാനുള്ളത്. എടോ ഗോപാലകൃഷ്ണ, ഈ പാർട്ടിയെ കുറിച്ച് തനിക്ക് ഒരു ചുക്കും അറിയില്ല. അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ. ശാഖകളിലും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വന്നവരെ കൊണ്ടുവന്ന് മാധ്യമ അവതാരങ്ങളാക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരിച്ചടി കിട്ടിയാൽ അവിടെ വലിയ നേതാവെന്നോ MLA എന്നോ മുഖ്യമന്ത്രിയൊന്നോ ഇല്ല. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്. എവിടെ? പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ വിമർശിക്കേണ്ടതുണ്ട്. വിമർശനം കുറയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ അതിൽ വീഴ്ച വരുത്തിയാൽ മറുപടി പറയേണ്ടി വരും. ഇത് കോൺഗ്രസ് സെറ്റപ്പ് കണ്ടിട്ട് അവിടെ ആർക്ക് വേണമോ വീതിച്ചെടുത്തുകൊണ്ട് പോകാം, തോപ്പിക്കാം, പിന്നീട് ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസോ BJP നേതാവിനെതിരെ സംഘടനാ നടപടി വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ചുമതലയിൽ വീഴ്ച വരുത്തിയാൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും. രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ കേഡർ സംവിധാനത്തിലൂടെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇതിന്റെ അടിത്തറ ബലപ്പെടുത്തി നിർത്താൻ പറ്റുന്നത്. ഇതൊന്നുമില്ലാതെ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും അത് കണ്ടു വളർന്നവർക്കും ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കാൻ തോന്നും. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഏത് നേതാക്കന്മാരായാലും തെറ്റുകൾ വരുത്തിയാൽ, വീഴ്ചകൾ വരുത്തിയാൽ വിമർശിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെല്ലാം കൃത്യമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മാതൃഭൂമി ഉൾപ്പെടെയുള്ള സംഘപരിവാർ അനുകൂല ചാനലുകൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇടതുപക്ഷം. ഒരു തോൽവി ഉണ്ടായെന്ന് കരുതിക്കൊണ്ട് പൊടിയും തട്ടി പോകലല്ല. അത് എങ്ങനെ സംഭവിച്ചു, അതിന് വീഴ്ച വരുത്തിയത് ആര്, അതിൽ മുതിർന്ന നേതാക്കന്മാരുടെ പങ്കെന്ത്, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും ഉറപ്പാണ്. അത് ആരാണെങ്കിലും ശരി. ഇനി പിണറായി വിജയൻ ആണെങ്കിൽ പോലും ആ വീഴ്ചയിൽ മറുപടി പറഞ്ഞേ പറ്റൂ. അതാണ് സംഘടന. ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതെ, ഈ പാർട്ടിയെക്കുറിച്ച് പോലും 10 പൈസയുടെ വിവരമില്ലാതെ, എങ്ങനെയാണ് ഇതിന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാതെ ഇരുന്ന് വച്ച് കാച്ചുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരിൽ എത്ര പേർക്ക് CPM-ന്റെ പശ്ചാത്തലമോ CPM-ന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ അതിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെക്കുറിച്ച് തിരിച്ചറിയാമോ എന്നതിനെ സംബന്ധിച്ച് ഇവരെയൊക്കെ വിളിച്ച് ഒരു 10 ചോദ്യം ചോദിച്ചാൽ മതി, അവിടെ അവസാനിക്കും. പിന്നെ പുറത്തു നിന്ന് ഊഹാപോഹങ്ങളും പരദൂഷണ കഥകളും ഉണ്ടാക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിലെയും സംഘപരിവാറിലെയും മികച്ച പരദൂഷണക്കാരെ കൊണ്ടുവന്ന് മാധ്യമ പ്രവർത്തകരാക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ചർച്ച നടന്നു എന്ന പേരിൽ ഊഹാപോഹങ്ങൾ അടിച്ചു വിടുന്നതിനപ്പുറം യാഥാർത്ഥ്യമായി ഇതിന്റെ സംഘടനാ രീതി അനുസരിച്ച് എല്ലാ നേതാക്കന്മാരും വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട സന്ദർഭം വരും. അത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഇടതുപക്ഷം. ഇവിടെ നേതാക്കന്മാരല്ല, സംഘടനയാണ് മുഖ്യം ബിഗിലെ എന്ന് തിരിച്ചറിഞ്ഞോളൂ. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പാർട്ടിയെ മഹത്വവൽക്കരിക്കാനും അവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവർക്ക് വേണ്ടി കുഴലൂത്തും കൂലിയെഴുത്തും പാടിപ്പുകഴ്ത്തലും നടത്തിയതിനു ശേഷം ഇടതുപക്ഷത്ത് എന്തോ അരുതാത്തത് സംഭവിക്കുന്നു എന്ന രീതിയിലൊക്കെ വിളിച്ചു പോകുമ്പോൾ ആദ്യം അവരോട് പറയാനുള്ളത് എന്താണ് ഈ സംഘടനയെന്ന് പോയി മനസ്സിലാക്കണോ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.